അപ്പോൾ നമ്മൾ ഫേസ് 1 നിന്ന് കേബിൾ കാറിന് കയറി വന്നതാണ് താഴെ കാണുന്നത്. ആ കേബിൾ കാർ കയറി വരുന്നതാണ് ഇതിങ്ങനെ കാണുന്നത്. മുകളിൽ ഫേസ് 1 നിന്നിട്ടുള്ള കാഴ്ചയാണിത്. ഇതാ പോകുന്നിങ്ങനെ. ഇങ്ങനെ താഴേന്ന് കയറി വന്നിട്ട് ഇപ്പോൾ ഇതാണ് നമ്മൾ ഈ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ചകൾ. അത് മുകളിൽ മല മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇവിടെ ഫേസ് 1 കൊണ്ടിറക്കിയിട്ട് ഇവിടുന്ന് നമ്മളെ രണ്ടാമത് ക്യൂ നിന്നിട്ട് ഫേസ് 2 വേറെ ഈ കേബിൾ കാറിലാണ് പോവുക. ആൾക്കാർ ഫേസ് 1 ഇറങ്ങിയിട്ട് കുറേ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട്. ഇത് മുഴുവൻ പിന്നെ മഞ്ഞ് മൂടി കിടക്കുന്ന മലകളാണ്. ഇത് കേബിൾ കാറിൻ്റെ സ്റ്റേഷനാണ് ഫേസ് 1. ഇത് ഗ്രൂപ്പായിട്ട് വന്നിട്ട് 25 ആൾ 50 ആളിങ്ങനെ ഫേസ് 2 പോകണമെങ്കിൽ നമുക്ക് ഗൺബൂട്ട്, വലിയ രോമത്തൊപ്പി, വലിയ പിന്നെ തണുപ്പ് കയറാത്ത പുതപ്പ്, ഐസിൽ ഇറങ്ങിയിട്ട് കളിക്കാനാണ്. ഇതൊക്കെ കണ്ടോ? ഗ്രൂപ്പ് 2 പോകേണ്ട ആൾക്കാരാണ്. ഗ്രൂപ്പാണ്, എല്ലാം ഗ്രൂപ്പ് വെള്ളത്തൊപ്പിയും വെച്ച്. ഈ മലകോളി മുഴുവൻ ആ കാണുന്നത് പിന്നെ മഞ്ഞ ഐസ് വീട് കിടക്കുകയാണ് മുഴുവൻ. നമുക്ക് നടന്ന് ഇവിടെ വരെ ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടുന്ന് ഫേസ് 2 പോകാൻ തന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ ക്യൂ നിൽക്കണം. കണ്ടോ ആൾക്കാർ മുഴുവൻ അതിലേക്ക് ക്യൂ നിൽക്കുന്നവരാണ്. അത് ഈ ക്യൂ കടന്നിട്ട് നമ്മൾ പോകുമ്പോഴത്തേനും നമുക്ക് പോയി വരുമ്പോഴത്തേനും ഇന്ന് സന്ധ്യയാവും. കുറച്ച് ഗ്രൂപ്പിൽ കുറച്ച് പേര് പോയിട്ടുണ്ട്. ഞങ്ങൾ കുറേ പേര് ഫേസ് 1 എടുത്തുള്ളൂ. ഇതെല്ലാം ക്യൂ നിൽക്കുകയാണ് ഫേസ് 2 പോകാൻ. എല്ലാം ഫേസ് 2 പോകാൻ ക്യൂ നിൽക്കുകയാണ്. അത്യാവശ്യം വെയിലിന് നല്ല ചൂടുണ്ട്, എന്നാൽ തണുപ്പുണ്ട്. കാറ്റ് തണുത്താണ്, ചെവിയൊക്കെ നല്ല തണുക്കും. ആൾക്കാർ ഐസ് വാരാൻ ഇതാ അവിടെ വരെ പോകുന്നുണ്ട്. കഷ്ടിച്ചൊരു 300 മീറ്റർ ദൂരമാണ്. ग्रुप वाला भी जाए ഇതെല്ലാം ഫേസ് 2 പോകാൻ ക്യൂ നിൽക്കുന്നതാണ്.
2 മണിക്കൂർ 3 മണിക്കൂർ നിൽക്കണം. ഇതാ ഫേസ് 2ലേക്കുള്ള കേബിൾ കാറുകളായി പോകുന്നത്. അത് പിന്നെ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഐസിനകത്തൂടെ തന്നെയാണ് പോകുന്നത്. ഏറ്റവും ടോപ്പിൽ കൊണ്ട് ഇറക്കിയിട്ട് നമുക്ക് ഐസ് വാരി കളിക്കാം. ഇതാണ് അവസ്ഥ. ഇതൊക്കെയാണ് കാശ്മീരിൻ്റെ കാഴ്ചകൾ, കേബിൾ കാർ റൈഡിങ്.